Respected dear family members, my pranams to you. ധർമ്മ ന്യൂസ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമെല്ലാം വിവരിക്കുന്നത് അത് ഈ നാട്ടിൽ വരുന്ന മാറ്റങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. For our information and our knowledge about the changes taking place in India on almost day-to-day basis. എല്ലാ ദിവസവും നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ approved the project for connecting Andaman Island with the mainland under sea through the optical fiber system, particularly taking care of the Chinese aggression. ചൈന അവരുടെ ആധിപത്യം ഈ പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഭാരതത്തിന്റെ ഭാഗമായ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുമായിട്ടുള്ള കണക്ഷൻ കടലിന്റെ ചുവട്ടിൽ കൂടെ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ നടത്താനുള്ള പ്രോജക്റ്റ് ഗവൺമെന്റ് അംഗീകരിച്ചു. As a part of Swachh Bharat, 315 crore rupees allotted for constructing thousands of toilets on the banks of Ganga River. ഗംഗാ നദിയുടെ തീരങ്ങളിൽ ആയിരക്കണക്കിന് ടോയ്ലറ്റുകൾ സ്വച്ഛ ഭാരതത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കാനായിട്ട് 315 കോടി രൂപ മാറ്റിവെച്ചു. MiG-29 warplanes aircraft will be maintained and repaired in India itself, particularly in Orissa base repair field. MiG-29 യുദ്ധവിമാനങ്ങൾ ഭാരതത്തിൽ തന്നെ നിർമ്മിച്ച് മെയിൻ്റനൻസ് നടത്താനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു. 64 lakhs women got LPG connection in 5 months. 5 മാസം കൊണ്ട് 64 ലക്ഷം സ്ത്രീകൾക്ക് അവരുടെ വീട്ടിലേക്ക് LPG കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ ലഭിച്ചു. അഡ്വാൻസ്ഡ് വെർഷൻ ഓഫ് ബ്രഹ്മോസ് മിസൈൽസ് ഫിക്സ്ഡ് ഇൻ അരുണാചൽ പ്രദേശ് ബോർഡേഴ്സ് വിത്ത് ദി എക്സ്പെൻസ് ഓഫ് 4,300 crore rupees. That will be under the 4th military regiment. അരുണാചൽ പ്രദേശിന്റെയും ചൈനയുടെയും ബൗണ്ടറിയിൽ ബ്രഹ്മോസ് മിസൈൽ, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രഹ്മോസ് മിസൈൽസ് 4,300 കോടി രൂപ മുടക്കിയിട്ട് 4th റെജിമെന്റിന്റെ കീഴിൽ സ്ഥാപിച്ചു. ISRO launched 8 satellites in one launch and these satellites were fixed in 2 orbits. ആദ്യമായിട്ടാണ് ഭാരതത്തിൽ ഒരു റോക്കറ്റ് ലോഞ്ചിങ്ങിലൂടെ 2 ഓർബിറ്റലുകളിൽ 8 സാറ്റലൈറ്റുകൾ വിന്യസിക്കുന്നത്. Soon ISRO will touch 100 satellite launching number. 74 satellites launched by ISRO are from 20 countries. ISRO ഇതുവരെ 100ഓളം സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ 74 സാറ്റലൈറ്റുകൾ 20 രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. ബംഗ്ലാദേശ് will be erecting fences in the border of India and Burma. ബംഗ്ലാദേശിന് ചുറ്റും ബർമ ഇന്ത്യ ബോർഡറുകളിൽ മതില് കെട്ടി ഫെൻസ് കെട്ടാനുള്ള പരിപാടി ബംഗ്ലാദേശ് ഗവൺമെന്റ് ആവിഷ്കരിച്ചു. With the Swachh Bharat project, 2.5 crore toilets were made all over India to stop open defecation. സ്വച്ഛ ഭാരതിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മാത്രം 2.5 കോടി ടോയ്ലറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏഷ്യാസ് ലോങ്സ്റ്റ് ബ്രിഡ്ജ് വിൽ ബി കമ്മിങ് എബവ് ധർമ്മപുത്ര റിവർ. ധർമ്മപുത്ര നദിയുടെ മുകളിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ് വരുന്നുണ്ടായിരിക്കും. 89 lakhs people opted for railway insurance. 89 ലക്ഷം യാത്രക്കാര് റെയിൽവേയിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ ഇൻഷുറൻസ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഹാസ് ബിക്കം ദ സെന്റർ ഓഫ് വേൾഡ് ഓയിൽ ഡിമാൻഡ്. ലോകത്തിലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഭാരതം
അത് വാങ്ങിക്കുന്ന രാജ്യങ്ങളിലെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. India-US Joint Military Exercise Yuddha Abhyas 2016 conducted in Uttarakhand. ഉത്തരാഖണ്ഡില് ഭാരതവും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ അഭ്യാസ് എന്ന പ്രോജക്റ്റ് ഡയറക്റ്റ് ട്രെയിനിങ് ഓൺ ദി വാർഫീൽഡ് അത് ഉത്തരാഖണ്ഡില് കഴിഞ്ഞ മാസം നടന്നു. PM said that blood and water will not flow together as a threat to control the flow of Indian water to Pakistan. സിന്ധു നദിയിലെ വെള്ളം പാകിസ്ഥാനിലേക്ക് പോകുന്നതിനെ നിയന്ത്രിക്കാനായിട്ട് രക്തവും വെള്ളവും ഒരുമിച്ച് പ്രവഹിക്കില്ല എന്ന് പാകിസ്ഥാൻ ഗവൺമെന്റിനെ അറിയിക്കുന്ന വിധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സന്ദേശം അയച്ചു. Kodak company will be investing huge amount in India in a big way. പണ്ടത്തെ കാലത്തെ ക്യാമറയും അതേപോലെ തന്നെ ഫിലിമും ഉണ്ടാക്കിയിരുന്ന കോഡാക് കമ്പനി ഇന്ത്യയിൽ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. റഷ്യ വുഡ് ബി പർച്ചേസിംഗ് ബ്രഹ്മോസ് മിസൈൽസ് ഫ്രം ഇന്ത്യ. മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് മിസൈൽസ് വിൽ ബി പർച്ചേസിംഗ് ഫ്രം ഇന്ത്യ ബൈ ദി റഷ്യ. റഷ്യൻ ഗവൺമെന്റ് ഭാരതത്തിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽസ് പർച്ചേസ് ചെയ്യാനുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ സൈൻ ചെയ്തു. 1000 megawatt electricity will be produced from solar system from Punjab, and it has got also an area of 2000 megawatt from biomasses energy production. 1000 megawatt electricity സൂര്യപ്രകാശത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പഞ്ചാബ് ഗവൺമെന്റ് ടാർഗറ്റ് ഇട്ട് പരിപാടികൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 2000 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ബയോമാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുമെന്ന് കണക്കുകൂട്ടിയിരിക്കുന്നു. ഫ്ലിപ്കാർട്ട് ആൻഡ് വാൾമാർട്ട് വിൽ ബി ജോയിന്റ്ലി വർക്കിംഗ് ടുഗദർ. അടുത്ത കാലത്തുണ്ടായ ഫ്ലിപ്കാർട്ടും അനവധി കാലമായിട്ട് നിലനിൽക്കുന്ന വാൾമാർട്ടും ഒരുമിച്ച് അവരുടെ ബിസിനസ്സുകൾ നടത്താൻ തീരുമാനിച്ചു. All India Radio started broadcasting 14 programs for the Baluchistan people in Pakistan, including Quran will be coming in that. All India Radio 14 പരിപാടികൾ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ, ഗിൽജിറ്റ്, ബലൂചിസ്ഥാൻ പ്രദേശത്തേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ ഖുർആൻ ഉൾപ്പെടെ വരികയും തീവ്രവാദത്തിനെതിരെയും പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെയുമുള്ള പ്രവർത്തികളുടെ ഇൻഫർമേഷൻ ഉൾപ്പെടെ അതിനകത്തുണ്ടായിരിക്കും. 95% of the Kashmiris are interested in serving India, BSF Assistant Commissioner Nabeen Ahmad Wani said. BSF റിക്രൂട്ട്മെന്റില് അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന നബീൻ അഹമ്മദ് വാനി പറഞ്ഞു, 95% കാശ്മീരി യുവാക്കളും ഇന്ത്യയിൽ സർവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. ഇന്ത്യൻ ആർമി ക്യാരീഡ് സർജിക്കൽ ഓപ്പറേഷൻ എൻറ്ററിംഗ് ഇൻ ടു പാകിസ്ഥാൻ ടെറിട്ടറി ആൻഡ് വൈപ്പിംഗ് ഔട്ട് ദ ടെററിസ്റ്റ്. ഭാരതത്തിലെ മിലിറ്ററി പാകിസ്ഥാനിലെ അതിർത്തി കടന്ന് അപ്പുറത്ത് ചെന്ന് അവിടെയുള്ള തീവ്രവാദികളെ വൻ നാശം വരുത്തിയിട്ട് തിരിച്ചു വന്നു. Asian Development Bank said that India's growth is fastest in the world. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പറഞ്ഞു, ഭാരതത്തിന്റെ വളർച്ച ഏറ്റവും ഉജ്ജ്വലമായിട്ട് നടക്കുന്നു. ഇന്ത്യ വിൽ ഹോൾഡ് മേജർ നേവൽ എക്സർസൈസ് ഇൻ അറേബ്യൻ സീ ടു ഡെമോൺസ്ട്രേറ്റ് ഇന്ത്യൻ വാർ കപ്പാസിറ്റി ടു പാകിസ്ഥാൻ. അറേബ്യൻ കടലില് വൻതോതിൽ യുദ്ധസന്നാഹങ്ങൾ ഇന്ത്യൻ നേവി പ്രദർശിപ്പിക്കുന്നുണ്ടായിരിക്കും, പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ. Study shows that Government of India projects are effectively getting implemented through the states. എല്ലാ സ്റ്റേറ്റുകളും പരമാവധി സഹകരിക്കുന്നത് കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റുകൾ വളരെ വേഗത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പഠനം തെളിയിച്ചിരിക്കുന്നു. അമേരിക്ക ഇൻസ്ട്രക്റ്റഡ് ദ പാകിസ്ഥാൻ അതോറിറ്റി ടു ഡീലെജിറ്റിമേറ്റ് ദ ടെററിസം. പാകിസ്ഥാൻ ഗവൺമെന്റിനോട് അമേരിക്കൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചു തീവ്രവാദത്തിനെ പരിപോഷിപ്പിക്കുന്ന യാതൊന്നും ചെയ്യരുത് എന്ന്. വേൾഡ് എക്കോണമിക് ഫോറം റിസർച്ച് ഷോഡ് ദാറ്റ് ഇൻ ഇന്ത്യ the development is taking place so fast and in the position of global competitiveness, India has reached 39th position from 55th position. ഭാരതം 55ാമത്തെ സ്ഥാനത്ത് നിന്ന് 39ാമത്തെ സ്ഥാനത്തിലേക്ക് വ്യാവസായിക സംരംഭങ്ങൾ വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്നതിൽ എത്തി നിൽക്കുന്നു. 55ാമത്തെ പൊസിഷനിൽ നിന്ന് 35ാമത്തെ പൊസിഷനിലേക്ക് 16 പോയിന്റ് കടന്നിട്ടാണ് എത്തിയത്.
Army started giving strong support to Kashmiris to start their life and business as usual. ഭാരതത്തിലെ ആർമി കാശ്മീരി യുവാക്കൾക്കും ജനങ്ങൾക്കും അവരുടെ സ്വതന്ത്രമായ നിത്യജീവിതം നല്ല രീതിയിൽ നടത്താനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. US declared that Prime Minister Modi's leadership has become India's leadership to the international community. നരേന്ദ്രമോദിയുടെ നേതൃത്വം ഭാരതം ലോക ജനതയ്ക്ക് നൽകുന്ന നേതൃത്വമായിട്ട് ഉയർന്നിരിക്കുന്നു എന്ന് അമേരിക്ക അറിയിച്ചിരിക്കുന്നു. തേജസ് എയർക്രാഫ്റ്റ്, the Indian fighter, is the 4th generation fighter with many advanced technologies. തേജസ് എന്ന എയർക്രാഫ്റ്റ് യുദ്ധവിമാനം 4ാമത്തെ ജനറേഷൻ യുദ്ധവിമാനത്തിന് തുല്യമായിട്ട് അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ ഉള്ളതാണ്. ഫ്രീ LPG കണക്ഷൻ ടു ജമ്മു ആൻഡ് കാശ്മീർ ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് വെരി ഫാസ്റ്റ്. കുറേ അധികം കാശ്മീരി വീടുകളിലേക്ക് ഫ്രീ ആയിട്ട് LPG കണക്ഷൻ കൊടുക്കുന്ന പരിപാടികൾ വൻ വിജയമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നു. GST ഡ്രാഫ്റ്റ് റൂൾ ഫ്രെയിമിംഗ് ഹാസ് കംപ്ലീറ്റഡ് ഇൻ ടു ദ 3rd ലെവൽ. GST ഡ്രാഫ്റ്റ് റൂൾ ഉണ്ടാക്കുന്നത് 3ാമത്തെ നിലവാരത്തിലേക്ക് എത്തി. വളരെ ഫാസ്റ്റായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ആവിഷ്കരിച്ചിരിക്കുന്നു. ഇന്ത്യ ഈസ് റിവ്യൂയിങ് ദി മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് ഫോർ പാകിസ്ഥാൻ. മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആണ് പാകിസ്ഥാൻ എന്ന സ്റ്റാറ്റസ് പുനഃപരിശോധനയ്ക്ക് ഭാരതം വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. 1 lakh പെറ്റീഷൻ, ഓൺലൈൻ പെറ്റീഷൻ ഹാസ് റീച്ച്ഡ് വൈറ്റ് ഹൗസ് ടു അമേരിക്ക for declaring Pakistan as a terrorism promoting sponsoring country. പാകിസ്ഥാൻ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കാൻ 1 ലക്ഷം ഇമെയില് ഓൺലൈൻ പെറ്റീഷൻ വൈറ്റ് ഹൗസിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിന് ലഭിച്ചിരിക്കുന്നു. 1 ലക്ഷം പെറ്റീഷൻ ലോകത്തിൽ നിന്ന് എവിടെ നിന്ന് ലഭിച്ചാലും അമേരിക്കൻ പ്രസിഡന്റ് അതിന് മറുപടി പറയണം എന്നുള്ളത് റൂളാണ് എന്നും അറിയിച്ചിരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ പ്രൈസ്ഡ് സുഷമ സ്വരാജ് ഫോർ ഹെർ കറേജിയസ് ആൻഡ് ബോൾഡ് സ്പീച്ച് ഡെലിവേർഡ് ഇൻ UNO. UNOയിൽ സുഷമ സ്വരാജ് കൊടുത്ത അത്യുജ്വലമായിട്ടുള്ള പ്രസംഗത്തെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഈസ് ഗെറ്റിംഗ് വെരി ഫാസ്റ്റ് and attraction throughout the world, and many top companies are participating in the project. Balochistan and Pak occupied people started telling that they are suffering a lot under Pakistan, and Jammu Kashmir people are enjoying the life under India. ബലൂചിസ്ഥാനിലെയും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെയും ജനങ്ങൾ ഞങ്ങൾ പാകിസ്ഥാന്റെ കീഴിൽ നരകയാതന അനുഭവിക്കുകയാണെന്നും ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഭാരതത്തിന്റെ കീഴിൽ സുഖമായിട്ട് ജീവിക്കുന്നു എന്നും പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൗൺസിൽ ഹാസ് അപ്രൂവ്ഡ് 11 ഫോറിൻ പ്രോജക്ട് വർത്ത് 2325 crores. 2325 കോടി രൂപയുടെ 11 വിദേശ നിക്ഷേപ സംരംഭങ്ങൾ ഭാരത സർക്കാർ അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഗുജറാത്ത് ഈസ് ഗെറ്റിംഗ് എ ഗുഡ് നമ്പർ ഓഫ് പ്രോജക്ട്, particularly before the assembly election. അസംബ്ലി ഇലക്ഷന് മുമ്പ് ഗുജറാത്തിൽ വളരെയധികം പുതിയ പ്രോജക്റ്റുകൾ ലഭിച്ചിരിക്കുന്നു. പർട്ടിക്കുലർലി ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ റെയിൽവേയുടെയും മറ്റുള്ളതിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ. എയർ ട്രാഫിക് ഇൻ ഇന്ത്യ ഹാസ് ഗ്രോൺ ബൈ 25% മോർ. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം 25% കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നു. വിമാനയാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഭാരതത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിൽ ബിൽഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇൻ ദ റിവർ വിച്ച് ഈസ് ഫ്ലോയിങ് ടു പാകിസ്ഥാൻ. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയിൽ ഭാരതം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഗിവൺ ആസ് എ വാർണിംഗ് ഫോർ പാകിസ്ഥാൻ. ഇത് പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പാണ്. ദ ബ്ലഡ് ആൻഡ് വാട്ടർ വിൽ നോട്ട് ഫ്ലോ ടുഗദർ എന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഡൊണേറ്റഡ് ഡിഫൻസ് വെസൽസ് ടു മൊറീഷ്യസ് ഫോർ പട്രോളിംഗ് ഇൻ ദെയർ സീസ്. മൊറീഷ്യസിന് ആവശ്യമായിട്ടുള്ള യുദ്ധക്കപ്പലുകളും പട്രോളിംഗ് സിസ്റ്റവും ഭാരതം മൊറീഷ്യസിന് കൊടുത്തിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് വിൽ ബി ഡബിളിംഗ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. SR ഹിന്ദുസ്ഥാൻ കോപ്പർ അവരുടെ കോപ്പർ ഉൽപാദനം ഇരട്ടിയാക്കുന്നതായിരിക്കും. SR Group will be hiring 5,000 experts from all over India for improving their business.
SR കമ്പനി 5000-ഓളം എഞ്ചിനീയറെയും മാനേജേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നുണ്ടാവും. Indian owners of East India Company said that Britain ruled India for 200 years. Now let us rule Britain. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇപ്പോഴത്തെ മാനേജർമാർ പറഞ്ഞു 200 വർഷത്തോളം ഭാരതത്തെ ഇംഗ്ലണ്ട് ഭരിച്ചു, ഇനി ഭാരതം ഇംഗ്ലണ്ടിനെ ഭരിക്കാൻ സജ്ജമായിരിക്കുന്നു എന്ന്. പ്രണാമം, നമസ്കാരം.